നമ്മുടെ വണ്ടി കംപ്ലീറ്റ് പൊളിച്ചിട്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല നേരത്തെ. അപ്പോൾ അത് വളരെ ഇടുങ്ങിയ റോഡാണ് കേട്ടോ. സൈഡിൽ കൂടെയൊക്കെ നോക്കുവാണെങ്കിൽ എപ്പോൾ വേണേലും താഴോട്ട് വീഴാവുന്ന രീതിക്കാണ് കേട്ടോ പാറക്കല്ലുകളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ പാല് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഞാനൊന്നും കഴിച്ചില്ല. थैंक यू ब्रो. आपका नाम क्या है? एसएस करेवाल. बार ट्रैवलर हूँ मैं. वर्ल्ड वाइड टूर करता हूँ. ओके. थैंक यू. नाइस टू मीट यू. थैंक यू ब्रो. चार्ली. Charlie, hi. Charlie. Hello. ഓക്കെ. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മളിപ്പം ജിസ്പ എന്ന് പറഞ്ഞ വില്ലേജിലാണ് തന്നെയാണ് കേട്ടുള്ളത്. നമ്മളിത് ഇതിന് തൊട്ട് താഴെയാണ് ടെൻറ്റിൽ സ്റ്റേ ചെയ്തത്. അപ്പോൾ നമ്മളെ ചിത്രം ബ്രോ ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും എന്തായാലും കാണും. അതെ. അപ്പോൾ ബ്രോയും ലഡാക്കിലേക്കാണ് പോകുന്നത്, ഞാനും ലഡാക്കിലേക്കാണ് പോകുന്നത്. പക്ഷെ ബ്രോ ലിഫ്റ്റ് അടിച്ചിട്ടാണ് പോകുന്നത്. ഭയങ്കര പാടാണ്. അപ്പോൾ ഓക്കെ, നമ്മളിതേ ഇവിടുന്ന് പതുക്കെ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ച് ഇവിടെ 20 കിലോമീറ്റർ പോകണം. വണ്ടി ഫ്യൂവൽ ചെയ്യണം കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു ലേ എത്തുന്ന വരെ പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. ബൈ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് 20 കിലോമീറ്റർ ബാക്കോട്ട് പോയിട്ട് പെട്രോൾ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഇവിടുന്ന് ഒരു 300-330 കിലോമീറ്ററോളം പെട്രോൾ പമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര പൈസ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയിട്ട് പെട്രോളൊക്കെ ചെയ്തിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഓക്കെ. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബ്രോയുടെ കൂട്ടത്തിൽ. ചിക്കൻ കറിയും തീയും ടെന്നൊക്കെ ആയിട്ട് ഭയങ്കര വൈബായിരുന്നു. അതന്നെ, രാത്രി ചായയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലേ. എന്താ പോയേ? ഓ ശരി. അപ്പോൾ അതെ, നമ്മുടെ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ലേ ജാരേ നോ स्टार्ट एनी पार्किंग प्लग प्रॉब्लम No, sparking का नहीं. ये टेम्परेचर का होता है. टेम्परेचर only for temperature. No sparking. ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാ ദിവസവും രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്തും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അവസാനം നമ്മൾ ഗിയറിലിട്ടിട്ടാണ് കേട്ടോ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. प्लग का होता है तो अभी भी स्टार्ट नहीं होना चाहिए, है ना. प्लग का प्रॉब्लम नहीं है, ये अभी सब में होता है ना. थोड़ा गर्म होने दो, फिर हो जाएगा. ഓക്കെ. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. സെൽഫ് അടിച്ചാൽ പെട്ടെന്ന് സെൽഫായി കിട്ടുന്നുണ്ട്. ഓക്കെ. अभी ओके. अभी ओके. अभी गर्म है. अर्ली मॉर्निंग होता है. ये कोई प्रॉब्लम नहीं है, ये माइनर है. നോർമൽ है. नॉर्मल है. പിന്നെ ഓൾ ബൈക്ക് ऑल बाइक ऐसी प्रॉब्लम പ്രോബ്ലം. അപ്പോൾ എല്ലാ ബൈക്കിനും പ്രശ്നമുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ദൈവമേ. ओके. ज़्यादा अर्ली मॉर्निंग ज़्यादा सेल्फ भी यूज़ नहीं करना, अदरवाइज बैटरी डेड हो जाता है ना. थोड़ा गर्म होने दो. കവർ. ഓക്കെ. രാവിലെ വണ്ടി ഒന്ന് കവർ ചെയ്ത് വെക്കാനാട്ടോ പറയുന്നത്. रात में पूरा कवर है. कवर करके रखो और अर्ली धूप आती कवर उठा देना. ओके. धूप लगने दो, सन हीट. ओके. बाकी कुछ नहीं है, ये नॉर्मल है. आप നോർമൽ. അപ്പോൾ ഇത് നോർമലാണെന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, താങ്ക് യു ബ്രോ. ठीक है. ഓക്കെ, താങ്ക് യു. അപ്പോൾ എട്ടിൻ്റെ പണിയാണ് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ രാവിലെ എപ്പോൾ നോക്കിയാലും വണ്ടി ഓണാകുന്നില്ല. സെൽഫ് അടിച്ചിട്ട് എത്ര സെൽഫ് അടിച്ചിട്ട് ഓണാകുന്നില്ല. ആ ഒരു സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ എല്ലാ വണ്ടിക്കും പ്രശ്നമുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അത് രാത്രിയിൽ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്താണെങ്കിലും കുറച്ചുകൂടി ഫ്രണ്ടിൽ പോയിട്ട് പെട്രോൾ ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് പൊളിച്ചിട്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നേരത്തെ പറഞ്ഞത് ഇവിടെ എല്ലാ വണ്ടിക്കുള്ള പ്രശ്നമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മിസ്സിങ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് വന്ന് ബാറ്ററി ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അതേ നമ്മൾ ചാർലിയും കുഞ്ഞനും ഞാൻ അഴിച്ചു ഇവിടെ കെട്ടിയിട്ടുണ്ട്. വണ്ടി ഫുൾ അഴിച്ചു കേട്ടോ. ഇതേ ബാറ്ററി അവർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതേ ഇവിടെ ഒരു വർക്ക്ഷോപ്പിലാണ് കേട്ടോ ഉള്ളത്. ലാസ്റ്റ് വർക്ക്ഷോപ്പാണ്. നമ്മളെന്തോ ഭാഗ്യം ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, പാളി തന്നെ. ബൈ ബാറ്ററി ഇഷ്യൂ. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ഇവിടെ ചാർജിങ്ങിന് വെച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു സീനാണ് കേട്ടോ ഇത്.
മൊത്തം സീനാണിപ്പോൾ. അപ്പോൾ ദേ ഇവിടുന്ന് വേറെ ബാറ്ററി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടായാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പം വേറൊരു ബാറ്ററി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ഇഷ്യൂ തന്നെയാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. കാരണം എന്തിനും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോഴേ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് തണുപ്പ് കൊണ്ടാണെന്നാണ്. പക്ഷേ എന്താ അറിയില്ല, നമ്മൾ ഇറങ്ങിയ സമയത്ത് ഫുൾ ചെക്ക് ചെയ്തതാണ്. പക്ഷേ ഇത്രയും ദൂരം ഓടിയോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഡൗൺ ആയി കേട്ടോ ബാറ്ററി. അപ്പോൾ അതെ ഇവിടെ ഒരു വർക്ക്ഷോപ്പിലാണ്. ഈ വർക്ക്ഷോപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വർക്ക്ഷോപ്പും ഇല്ല, പെട്രോൾ പമ്പും ഇല്ല, ഒന്നുമില്ല കേട്ടോ. എന്തോ ഭാഗത്തിൽ നമ്മൾ തിരിച്ചു വന്ന് ഇങ്ങോട്ട് പെട്രോൾ അടിക്കാൻ. അതുകൊണ്ട് നമ്മൾ കാണിച്ചു കേട്ടോ. ഇല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഉരുട്ടി അങ്ങ് എത്തിച്ചേനെ. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം അഴിക്കാതെ ഇത് അഴിക്കാൻ പറ്റില്ലായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ ഇളക്കി പറിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഈ ഒരു സംഭവം എങ്ങനെയൊക്കെ നമുക്ക് അഴിഞ്ഞ് കിട്ടി ഈ ഒരു സീറ്റ്. അതുകൊണ്ട് ഇത് അഴിക്കേണ്ടി വന്നില്ല. ഇതും കൂടി അഴിക്കേണ്ടി വന്നേനെ പെട്ടേനെ. കാരണം തക്കല്ലതും അഴിക്കേണ്ടി വന്നേനെ. ഞാൻ അതൊക്കെ വെച്ച് ടെൻഷൻ അടിച്ചൊരു വഴിക്കായി നിൽക്കുമായിരുന്നു കേട്ടോ. അയ്യോ, നമുക്കെന്തോ ഭാഗ്യമുണ്ട് ഗൈസ്, ഇല്ലെങ്കിൽ നമ്മൾ ലഡാക്കിൽ വെച്ച് പെട്ടേനെ. അപ്പോൾ ചേട്ടൻ നമുക്ക് അഴിക്കുന്നുണ്ടോ? ചേട്ടൻ അത്യാവശ്യം നല്ലൊരു ചേട്ടനാണ്. ഭായ് ആപ്കാ നാം ക്യാ ഹൈ? പ്രേം. അപ്പോൾ പ്രേം എന്നാണ് കേട്ടോ പേര്. താങ്ക് യു. घर किधर है भाई? കേലോങ്. ഓക്കെ, ചേട്ടൻ ബാറ്ററി അഴിച്ചെടുത്ത് കേട്ടോ. വണ്ടിക്ക് ഫുൾ അടിച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. ചാർലിയും കുഞ്ഞിൻ്റെ ഇതേ ഇവിടെ ഉടുപ്പൊക്കെ ഇട്ട് സെറ്റ് ആയിരിപ്പുണ്ട്. കുഞ്ഞിന് സീറ്റുണ്ട് കേട്ടോ. ചാർജിങ്ങിന് വെച്ച കേട്ടോ. അടിപൊളി. അപ്പോൾ ഇവിടെ രാത്രിയിൽ നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബാറ്ററി ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ അതേ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചാർലിയും കുഞ്ഞിനും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളതിൽ പെഡിഗ്രി ഉണ്ട്. ഞാൻ പാലോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ തൊട്ടപ്പുറത്തിൻ്റെ ഷോപ്പ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇവരിവിടെ നിർത്തുവാണ് കേട്ടോ. ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് താഴെ വരെ പോയിട്ട് വരാം. ബഹളമൊന്നും ആക്കല്ലേ. കുഞ്ഞിൻ്റെ കെട്ട് ഒന്നും കൂടി കുറുക്കി കെട്ടാൻ കേട്ടോ. കുഞ്ഞെന്ത് ഇവിടെ കടയിലാണ് ഇരിക്കുന്നത്. കുഞ്ഞാ പണി പാളി കുഞ്ഞാ. ഞാൻ പോയിട്ടേ പാല് വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. പാല് വാങ്ങിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ വണ്ടി അടക്കം മൂടി പൊതിഞ്ഞ് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് കേട്ടോ, തണുപ്പ് കാരണം. അയ്യോ, പാല് വാങ്ങിയിട്ട് വരാം. കടിക്കല്ല. ഇപ്പോൾ വരാം. ഞാൻ പാല് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. പാലും എന്തെങ്കിലും കഴിക്കാനും എന്തെങ്കിലും കിട്ടുമോ നോക്കണം. അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ നടന്നാൽ മതി. ഒരു സൈഡ് ഫുള്ള് വലിയ കുഴിയാണ് കേട്ടോ. അതെ, ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് വീടുകളൊക്കെ കാണാം. ചെറിയൊരു വില്ലേജാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കെയ്ലോങ് എന്നാണ്. ഇനി ആരെങ്കിലും ലഡാക്കിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ കെയ്ലോങ്ങിൽ നിന്ന് ഫുൾ ടൈം പെട്രോൾ അടിക്കണം കേട്ടോ. അതിന് അപ്പുറത്തോട്ട് പെട്രോൾ പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 300 കിലോമീറ്ററിന് അപ്പുറം പോയി മാത്രമേ പെട്രോൾ പമ്പൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഞാനിങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ചൂട് അറിയുന്നില്ല എന്ന് മാത്രം. ഏകദേശം ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കേണ്ടി വരും. 500 മീറ്റർ എന്നാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ പാക്കറ്റ് ദൂത് കിട്ടത്തില്ലെന്നാണ് കേട്ടോ പറയുന്നത്. പാക്കറ്റ് ദൂത് എത്ര സമയേ പാക്കറ്റ്? അപ്പോൾ അതെ, ഇതിന് 75 രൂപയാണ്. നമുക്കിത് വാങ്ങിക്കാം എന്താണെങ്കിലും. ഓക്കെ ഭയ്യ, एक पैकेट. അപ്പോൾ ഇതേ നമ്മൾ പാല് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഞാനൊന്നും കഴിച്ചില്ല, ആദ്യം ഇവർ കഴിക്കട്ടെ. ചാർലിക്ക് വേണ്ടേ? അങ്ങനെ ഒരു സംഭവമില്ല, ഇവിടെ എല്ലാം പോവും. ഓക്കെ, ചാർജ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞിന് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. അയ്യോ, നന്നായിട്ട് വിശന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ചാർലി ഇവിടെ കഴിച്ച് സെറ്റായി. നമ്മളിനി ബാറ്ററി ആയിട്ട് ഇവിടെ നിന്ന് പതുക്കെ പോകുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ബാറ്ററിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതേ ചേട്ടൻ ബാറ്ററി വെച്ച് കേട്ടോ. എന്താവും നമുക്ക് നോക്കാം. ദൈവമേ, സ്റ്റാർട്ടാവണേ. ഒരു 5 മിനിറ്റ് വേണ്ടി അങ്ങോട്ട് വിളിച്ചാൽ മതിയോ?
അപ്പോൾ അതേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. ചേട്ടൻ മീറ്ററിൽ നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടാകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വീണ്ടും പ്രശ്നം വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഓക്കെ, നമ്മുടെ വണ്ടിയുടെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ചിത്രൻ ലഡാക്കിലെത്താറായെന്ന് തോന്നുന്നു. അവനൊരു വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോയി കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായി. നല്ല വെയിലാണ് കേട്ടോ. നമ്മളിവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ചാരുവിൻ്റെ പാത്രം കൂടി എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് പതുക്കെ പോവാണ് കേട്ടോ. ഇനി നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടൊക്കെ കാണാം. ഓക്കെ, ബൈ. വളരെ ഇടുങ്ങിയ റോഡാണ് കേട്ടോ. ഈ സൈഡിൽ കൂടെയൊക്കെ നോക്കുവാണെങ്കിൽ എപ്പോൾ വേണേലും താഴോട്ട് വീഴാവുന്ന രീതിക്കാണ് കേട്ടോ പാറക്കല്ലുകളൊക്കെ നിൽക്കുന്നത്. അയ്യോ, ഇതേ നിങ്ങൾ കാണുന്നുണ്ടാവും. മൊത്തം സ്ഥലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദൈവമേ, ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നാൽ നമുക്ക് കയറി പോകാനുള്ള സ്ഥലമില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പുറത്ത് വണ്ടി വരുന്നൊന്നും കാണൂല കേട്ടോ. പതുക്കെ പോയില്ലെങ്കിൽ പ്രശ്നമാണ്. ഈ ലോറിക്കാരൊക്കെ വളരെ സ്പീഡിലാണ് കേട്ടോ ഇതിലെ കൂടി വരുന്നത്. നല്ല ഫാസ്റ്റായിട്ട് വരും.